ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2021 കലണ്ടർ ഡിസൈനാണ്. അതായത് സാധാരണ നമ്മൾ കുട്ടികളുടെ അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട് ന്യൂ ഇയറിൽ നമ്മൾ കലണ്ടർ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു A3 കലണ്ടർ ഡിസൈനാണ് നമ്മൾ നമ്മുടെ ഫോട്ടോഷോപ്പ് CS6 ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ ഒരു കലണ്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കലണ്ടർ ഞാൻ freepik.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വെക്ടർ ഫയലുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ന്യൂ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഫയൽ നെയിം നമുക്ക് കലണ്ടർ എന്ന് കൊടുക്കാം. ഇവിടെ പ്രീസെറ്റിനകത്ത് ഇൻ്റർനാഷണൽ പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സൈസിൽ നിന്ന് A3 സൈസാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ ഡീഫാൾട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു റെസൊല്യൂഷനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. കളർ മോഡ് നിങ്ങൾ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ CMYK കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് നമുക്കൊരു പീസൊക്കെ കലണ്ടറിൻ്റെ ആവശ്യം വരാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലേസർ പ്രിൻറ്റിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ RGB കളർ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കലണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇമേജിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്ലേസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഫോൾഡറിനകത്ത് ഓൾറെഡി തന്നെ എനിക്ക് ആവശ്യമുള്ള ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇമേജ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഞാനൊന്ന് അല്പം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കലണ്ടറിന് ആവശ്യമുള്ള ഇമേജ് ഇവിടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള കലണ്ടറിനെ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ഞാനിവിടെ കലണ്ടറിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു കലണ്ടറിലോട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതിനായിട്ട് Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യാം. ഇതിൻ്റെ സൈസ് അല്പം കൂടി ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കലണ്ടർ ഇവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് റീഡബിലിറ്റി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ ഒരു കലണ്ടർ താഴെയായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ റീഡബിലിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അതിനായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഗ്രീൻ കളർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളറാണ് വേണ്ടത്. നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കളറിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഷേപ്പിന് കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ലെയറിനെ കലണ്ടറിന് താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ ഈ ഒരു ഷേപ്പിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് കൂടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 70% മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഷേപ്പ് കൂടെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കണം. അതിനായിട്ട് നമുക്ക് Alt കീ പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി എടുക്കാം. അതുപോലെ Alt കീ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് Shift കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കറക്റ്റ് ആ ഒരു അലൈൻമെൻറ്റിൽ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എല്ലാ മന്തിൻ്റെയും താഴേക്ക് ഈ ഒരു ഷേപ്പിനെ നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കലണ്ടർ ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2021 നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ കൂടി നമുക്ക് വൈറ്റ് കളർ ആക്കാം. ഈ ഒരു ഫോണ്ട് കുറച്ച് സ്ട്രെച്ച് ആയിട്ടുള്ള ടൈപ്പ് ഫോണ്ടാണ്. ഞാനിതിനെ അല്പം ഇതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ള സൈസൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ഹാപ്പി ന്യൂ ഇയർ കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മറ്റൊരു ഫോണ്ട് കൊടുക്കാം.
ഇതിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2021 നമുക്ക് ഈ ഒരു അലൈൻമെൻറ്റിൽ തന്നെ കറക്റ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2021 കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കോഡ്സ് കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ഈ ഒരു ഹാപ്പി ന്യൂ ഇയറിന് കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ഫോണ്ട് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ഒരു സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് വളരെ കുറഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഞാൻ ഇവിടുന്ന് സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കലണ്ടർ ഡിസൈൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർക്കിനെ JPG ഫോർമാറ്റിലേക്ക് ഒന്ന് സേവ് ചെയ്യാം. നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഞാൻ JPG ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മാക്സിമം കൊടുത്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കലണ്ടറിനെ ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു A3 സൈസിലുള്ള കലണ്ടർ ഡിസൈൻ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് പോയിട്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.